സാഹിത്യകാരി ലീല രാമചന്ദ്രന്റെ നങ്ങേലിയാണിവൾ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നടന്നു. കവയിത്രി ചേർത്തല ലീല രാമചന്ദ്രന്റെ നങ്ങേലിയാണിവൾ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. ചേർത്തല കനൽ ബുക്സിന്റെ ആഭിമുഖ്യത്തിൽ ചേർത്തല വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. കനൽ ബുക്സ് എഡിറ്റർ CN ബാബു അധ്യക്ഷത വഹിച്ചു. TV ഹരികുമാർ സ്വാഗതവും ജയചന്ദ്രൻ പാണാവള്ളി നന്ദിയും പറഞ്ഞു. ചേർത്തല മുനിസിപ്പൽ കൗൺസിലർ AN സാബു പുസ്തകം ഏറ്റുവാങ്ങി. വൈസ് ചെയർമാൻ TS അജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ചേർത്തലയിലെ മുതിർന്ന സാഹിത്യകാരൻ P സുകുമാരൻ വയലാറിനെയും സാഹിത്യകാരി മീനാക്ഷമ്മയെയും ആദരിച്ചു. വിനയകുമാർ തുറവൂർ പുസ്തക പരിചയം നടത്തി. ആലപ്പി ഋഷികേശ്, സുരേഷ് കുമാർ പള്ളിത്തോട്, പ്രസാദ് തുറവൂർ, ബാലാമണി ബാല എന്നിവർ പങ്കെടുത്തു. നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായിട്ടുള്ള ലീല രാമചന്ദ്രന്റെ നങ്ങേലി എന്ന് പറയുന്നതായിട്ടുള്ള ആ കവിതാ സമാഹാരം, 35 കവിതകൾ ചേർന്നിട്ടുള്ളതായിട്ടുള്ള ആ കവിതാ സമാഹാരം വായിച്ചപ്പോഴത്തേക്കും വളരെയധികം സന്തോഷം തന്നെ തോന്നിയ ഒരു സമയമായി. ഇതിനു മുമ്പും നമ്മൾ നയഗ്ര എന്ന പുസ്തക പ്രകാശനത്തിനും കടൽ എന്ന പുസ്തക പ്രകാശനത്തിനും എല്ലാം പങ്കെടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും 2021-2022 കാലയളവിൽ പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടുവാനും സാധിച്ചിട്ടുള്ള 2 പുസ്തകങ്ങളാണ്. അത് തന്നെയായിരിക്കും ഇപ്പോൾ ഈ പുസ്തകത്തിന് കിട്ടാൻ പോകുന്നത്. സത്യത്തിൽ നങ്ങേലി എന്ന് പറയുന്നതായിട്ടുള്ള കഥാപാത്രം വായിച്ചു കഴിഞ്ഞപ്പോൾ പലരും പറയുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത് വെറും കെട്ടുകഥയാണെന്നുള്ളത്. പക്ഷെ അത് യാഥാർത്ഥ്യമാണെന്ന് എന്നെ പോലുള്ളവർ പറയും. കാരണം അവരുടേതായിട്ടുള്ള അടുത്ത തലമുറ എൻ്റെ വീടിൻ്റെ വടക്കുവശത്ത് താമസിക്കുന്നു. ഞങ്ങളിവിടുന്ന് 1-2 പേര് സാറും ഞങ്ങളൊക്കെ കൂടി അവരുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ നഗരസഭയുടെ കീഴിൽ അവർക്കൊരു സ്മാരകം പണിയണം എന്നുള്ളതായിട്ടുള്ള ഒരു നിർദ്ദേശം പല ഭാഗങ്ങളിൽ നിന്നും വന്നപ്പോഴത്തേക്കും അവരുടെ ബന്ധുക്കളെ പോയി ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ചെന്നത്. പക്ഷെ അവർക്കും എന്തെങ്കിലും കുറെ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ തലമുറയിൽ പെട്ടിരിക്കുന്ന ആ കുടുംബത്തിലെ ആൾക്കാർ ആ ചേച്ചിയെ കൊണ്ട്, ലീല ചേച്ചി എന്നാണ് ആ ചേച്ചിയുടെ പേര്, ഇപ്പം കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ മരിച്ചുപോയി. ആ ലീല ചേച്ചിയെ കൊണ്ട് ഒരു കാര്യവും പറയിപ്പിക്കത്തില്ല, അല്ലെങ്കിൽ പറയാൻ സമ്മതിപ്പിക്കാത്തതായിട്ടുള്ള ദൃക്സാക്ഷികളാണ് ഞാനും ഇന്ദ്രൻ